കോഴിക്കോടേക്ക് PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുള്ളി ജോലി തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമായി ഇന്ന് CPM കണ്ടെത്തിയിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാടും പ്രമോദ് കോട്ടുള്ളി നടത്തിയെന്നും പാർട്ടിയുടെ കണ്ടെത്തൽ. CPM ജില്ലാ നേതൃത്വത്തിന്റെ അന്വേഷണത്തിന് ശേഷമാണ് പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയിൽ നിന്ന് ഇന്നലെ പുറത്താക്കിയത്. ദീപക് ധർമ്മടം ഈ പ്രധാനപ്പെട്ട വിവരവുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN, ഹാപ്പി സൺഡേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ CPIM-ന്റെ ജില്ലാ നേതൃത്വം ഒരു 2 വരി വാർത്താക്കുറിപ്പ് മാത്രമാണ് ഇറക്കിയത്. അതായത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ പേരിലാണ് പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നിന്നും പുറത്താക്കിയത് എന്നുള്ളത്. മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ പറയാൻ തയ്യാറായില്ല. മാത്രവുമല്ല, ഇന്നലെ ആവർത്തിച്ച് CPIM ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്ററോട് മാധ്യമങ്ങൾ ചോദിച്ച സമയത്തും അദ്ദേഹവും കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞില്ല. പക്ഷേ എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ 24-ന് ലഭിച്ചിരിക്കുന്നു. പാർട്ടി ജില്ലാ സെൻറ്റർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. അതായത് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ തരം താഴ്ത്തുകയോ ബ്രാഞ്ചിലേക്ക് താഴ്ത്തുകയോ ചെയ്യാതെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയത് കൃത്യമായ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പാർട്ടിയിൽ നിന്ന് വിവരം ലഭിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, PSC കോഴയല്ല യഥാർത്ഥത്തിൽ നടന്നത്. PSC അംഗത്വത്തിന് വേണ്ടി കാശ് വാങ്ങിക്കുക എന്നുള്ളത് ആ വാർത്തയായി രൂപപ്പെട്ടപ്പോൾ അങ്ങനെ ആയതാണ്. പക്ഷേ എന്നാൽ നടന്നത് ഒരു ജോലി തട്ടിപ്പ് സംഘവും ഒപ്പം റിയൽ എസ്റ്റേറ്റ് സംഘവുമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കാസർഗോഡ് നിന്നും ഒരു ഹോമിയോ ഡോക്ടറെ കോഴിക്കോടേക്ക് മാറ്റാൻ വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ പണം വാങ്ങി എന്നുള്ളതും ഈ റാക്കറ്റിനൊപ്പം നിന്നു എന്നുള്ളതുമാണ് പ്രമോദ് കോട്ടുള്ളിക്കെതിരെ പാർട്ടി കണ്ടെത്തിയത്. മറ്റല്ലാതെ PSC അംഗത്വ നിയമനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോഴയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അതായത് ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ്റെ പേരിലുള്ള ഒരു നമ്പർ ഈ പ്രമോദ് കോട്ടുള്ളി ഈ ആവശ്യക്കാരൻ അയച്ചു കൊടുക്കുന്നു. ട്രൂ കോളറിൽ അയാൾ പരിശോധിച്ച സമയത്ത് സജീവൻ തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയുടെ PS സജീവനല്ല, മറ്റൊരു സജീവനായിരുന്നു. അതൊരു BJP പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് പാർട്ടി കണ്ടെത്തിയത്. മാത്രവുമല്ല, ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പോയി അവിടെ നിന്നും പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ്റെ ക്യാബിന് മുൻപിൽ നിന്നും പടമെടുത്ത് ഈ ആവശ്യക്കാരന് അയച്ചു കൊടുക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിവരം ഇലക്ഷൻ സ്ക്വാഡ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭവന സന്ദർശന വേളയിലാണ് പരാതിയായി ഉയരുന്നത്. പരാതി ആദ്യം ലഭിക്കുന്നത് ഒരു ലോക്കൽ കമ്മിറ്റി അംഗം, വനിതാ ലോക്കൽ കമ്മിറ്റി അംഗത്തിനാണ്. പക്ഷേ അവരത് ടേക്കപ്പ് ചെയ്യുന്നില്ല. പിന്നീട് കോട്ടൂളി ലോക്കൽ സെക്രട്ടറി അത് ജില്ലാ നേതൃത്വത്തിന് പരാതിയായി നൽകുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഹമ്മദ് റിയാസ് അന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഏതാണ്ട് 3 മാസക്കാലം എടുത്താണ് ഇതിലിപ്പോൾ നടപടിയിലേക്ക് കടന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.